ഈ വിഴിഞ്ഞ ഉദ്ഘാടന വേദിയിൽ മന്ത്രി വി.എൻ. വാസവൻ അദാനിയെ പാർട്ണർ എന്ന് വിളിച്ചു. ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി പാർട്ണർ എന്ന് അദാനിയെ വിളിച്ചു എന്നത് ഒരു പരിഹാസ രീതിയിൽ തന്നെ പ്രധാനമന്ത്രി സംസാരിക്കുന്ന ഒരു സ്ഥിതി ഇവിടെ ഉണ്ടായിരുന്നു. അല്ലല്ല, അതിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. ഞങ്ങളിപ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഒന്നല്ല ഇത്. CPIMൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്ന സോഷ്യലിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഗവൺമെൻറ്റേ അല്ല. ഇന്ത്യയിലെ കുത്തക മുതലാളിത്തത്തിൻ്റെയും ഭൂപ്രഭുത്വത്തിൻ്റെയും സാമ്രാജ്യത്വ ഫിനാൻസ് മൂലധനത്തിൻ്റെയും താല്പര്യം സംരക്ഷിക്കുന്ന ഒരു ഭരണകൂട വ്യവസ്ഥയാണ് ഇന്ത്യയിലുള്ളത്. ആ ഇന്ത്യയിലുള്ള ഭരണകൂട വ്യവസ്ഥയുടെ ഭാഗം തന്നെയാണ് കേരളം ഉൾപ്പെടെയുള്ള എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും. ഇതാദ്യം മനസ്സിലാവാതെ ഉപരിപ്ലവമായി എന്തൊക്കെയോ മനസ്സിലായി അതിനടിസ്ഥാനപ്പെടുത്തി കുറേ കാര്യങ്ങൾ വിശകലനം ചെയ്യുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ CPIM മുന്നോട്ടേക്ക് വെക്കുന്ന സോഷ്യലിസത്തിൻ്റെയോ ജനാധിപത്യ വിപ്ലവത്തിൻ്റെയോ മുദ്രാവാക്യം നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എന്ന് കാണുന്നില്ല. ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം മുഴുവൻ നടപ്പിലാക്കാനാവും ഈ ഗവൺമെൻറ്റിന് എന്നും കാണുന്നില്ല. ഞങ്ങളിപ്പോൾ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ഒരുപാട് സമീപനങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ ഞങ്ങൾ അംഗീകരിക്കുന്ന രാഷ്ട്രീയം അടിസ്ഥാനപ്പെടുത്തിയിട്ട് അതിൻ്റെ പ്രത്യയശാസ്ത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഗവൺമെൻറ് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രവർത്തിക്കാൻ സാധിക്കുന്നതല്ല ഈ ഭരണകൂട വ്യവസ്ഥ. അപ്പോൾ ഭരണകൂട വ്യവസ്ഥക്കകത്ത് ഭരണഘടനാപരമായി എന്തെല്ലാം പ്രവർത്തിക്കാനാവുമെന്ന് മനസ്സിലാക്കി ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ, കേരളത്തിൻ്റെ പൊതുവായ വളർച്ചയെയും വികാസത്തെയും മുന്നോട്ടേക്ക് നയിക്കാൻ അതിനുതകുന്ന നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകുന്നു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടിൻ്റെ ഒപ്പം നിർത്തി പൂർണ്ണമായിട്ട് അങ്ങനെയാണ് പോകുന്നത് എന്നൊരു തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഈ ചോദ്യം തന്നെ. ആ തെറ്റിദ്ധാരണ വേണ്ട, അങ്ങനെയല്ല. അപ്പോൾ ഇവിടെ സ്വകാര്യ മൂലധനമുണ്ട്. സ്വകാര്യ മൂലധനത്തെ കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് കേരളം യഥാർത്ഥത്തിൽ വളരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണൊരു ബദൽ. ആ ബദൽ സ്വാഭാവികമായിട്ട് ഉമ്മൻചാണ്ടി അന്നത്തെ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ള കരാറ് സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കരാറാണ്. ആ കരാറ് ഉപേക്ഷിച്ച് വേറൊന്നിലേക്ക് പോയാൽ ഈ 9 കൊല്ലം 10 കൊല്ലം ഉണ്ടായാലും നടക്കില്ല. കേസും അതിൻ്റെ ഭാഗമായിട്ടുള്ള കുഴപ്പവും. അതുകൊണ്ട് കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് പ്രശ്നങ്ങളുണ്ട്, സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രൊജക്റ്റ് നടക്കുന്നതാണ് നല്ലത് എന്ന് അന്നും ഇന്നും എല്ലാ സന്ദർഭത്തിലും CPIM എടുത്ത നിലപാട് അതാണ്, ഗവൺമെൻറ് എടുത്ത നിലപാടും അതാണ്. അതിൻ്റെ ഭാഗമായിട്ട് അദാനിക്ക് ലഭിച്ചപ്പോൾ അദാനി കൂടി ചേർന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും ആ പദ്ധതി കേരള ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ. ഇപ്പോൾ മനുഷ്യ വന്യജീവി സംഘർഷം അത് വളരെ വ്യാപകമായ ഒരു കാലത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു കടുവ ഒരു ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തി. വനംവകുപ്പിൻ്റെ ഓഫീസിൽ പോയി MLAക്ക് വരെ സംസാരിക്കേണ്ട സ്ഥിതി വരുന്നു. കാരണം ആളുകളെ പിടിച്ചുകൊണ്ട് പോകുന്നു. വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച വരുന്ന ആരോപണം. അതായത് വന്യജീവി സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട് നാട്ടിൽ പ്രശ്നമുണ്ട്, വലിയ പ്രശ്നങ്ങളാണ്. സ്വാഭാവികമായിട്ടും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും ഈ സംഘർഷത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് വരുന്ന പൊതുസംഘർഷത്തിൽ സ്വാഭാവികമായിട്ടും ചില സംഭവങ്ങളുണ്ടാകും. ആ സംഭവങ്ങൾ തിരുത്തി പോകുക എന്ന് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ വേടനെതിരായിട്ട് വന്ന കാര്യവും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ അത് അധികം എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിനെ ഗവൺമെൻറ് നയപരമായി എടുത്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്ന സമീപനം സ്വീകരിക്കുക. പിന്നെ വന്യജീവി മനുഷ്യ സംഘർഷത്തിൻ്റെ അടിസ്ഥാന കാരണം വന്യജീവികൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. കടുവയുടെ എണ്ണം കൂടുകയാണ്, ആനേൻ്റെ എണ്ണം നല്ലതുപോലെ കൂടുകയാണ്. എന്നാൽ വിസ്തൃതിയുണ്ട്, ആ വിസ്തൃതിക്ക് മതിയാകുന്നില്ല ഇവർക്ക്. അതുപോലെ തന്നെ അവിടെ ഭക്ഷണം മതിയാകുന്നില്ല. അപ്പോൾ താഴത്തേക്ക് വരികയാണ്. മനുഷ്യനെ ഉപദ്രവിക്കുന്ന നിലയിലേക്കുള്ള ചില ജീവികൾ ഉണ്ടാകുന്നുണ്ട്. അതിനൊക്കെ കൈകാര്യം ചെയ്യാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടിൽ മാറ്റം വരുത്തണം. അത് മാറ്റം വരുത്തിക്കൊണ്ടും അതുപോലെ തന്നെ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ നമ്മുടെ മലയോര മേഖലയിൽ ഉൾപ്പെടെ ഈ ആനക്കും അതുപോലെ ഇതിനെല്ലാം കടന്നു വരാനുള്ള വഴി ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ ഒരു സുരക്ഷിത നിലപാടിന് വേണ്ടി കേരള ഗവൺമെൻറ് കൊടുത്ത പ്രൊജക്റ്റ് കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ച് തരുന്നുമില്ല. ഒരു പൈസ അതിന് വേണ്ടി ചിലവാക്കുന്നില്ല. ഇതായിപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ചിത്രം. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വന്യജീവി പ്രശ്നം മുഴുവൻ കൈകാര്യം ചെയ്തത് കേന്ദ്ര ഗവൺമെൻറ്റാണ്.